ബീഹാറിൽ ജെഡിയു ആർജെഡി നേതൃത്വത്തിലുള്ള സർക്കാർ ഇന്ന് അധികാരമേൽക്കും. നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായും തേജസ്വി യാദവ് ഉപമുഖ്യമന്ത്രിയുമായും ചുമതലയേൽക്കും. ഉച്ചയ്ക്ക് 2 മണിക്കാണ് സത്യപ്രതിജ്ഞ ചടങ്ങ്. എം.ജി. മിഥുൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. മിഥുൻ, ഏതാണ്ട് 28ഓളം മന്ത്രിമാർ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. ഈ കോൺഗ്രസിന് മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടതുണ്ട്. സ്പീക്കർ സ്ഥാനം കോൺഗ്രസിനായിരിക്കും. മറ്റു ചില ചെറിയ ഘടകകക്ഷികളൊക്കെ ഈ സഖ്യത്തിലുണ്ട്. എന്താണ് പൊതുവെയുള്ള സാഹചര്യം? എന്തായിരിക്കും മന്ത്രിസഭയുടെ ഒരു ഘടന? രഞ്ജിത്ത്, നിതീഷ് കുമാർ ഇത് 8ാം തവണയാണ് മുഖ്യമന്ത്രിയായി ബീഹാറിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ക്രമീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രിമാർ ആര് ആണ് എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ധാരണയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രി നിതീഷ് കുമാറിന് പുറമെ ഉപമുഖ്യമന്ത്രിയായി തേജസ്വി യാദവ് ഇന്ന് സത്യവാചകം ചൊല്ലി അധികാരമേൽക്കുകയും ചെയ്യും. ഇതിനു പുറമെ ജെഡിയുവിൽ നിന്നും ഒപ്പം തന്നെ ആർജെഡിയിൽ നിന്നും 14 വീതം മന്ത്രിമാരുണ്ടാകുമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ആരൊക്കെയാണെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. ഒപ്പം തന്നെ കോൺഗ്രസിൽ നിന്ന് 3 മന്ത്രിമാരുണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ സ്പീക്കർ സ്ഥാനവും കോൺഗ്രസിന് നൽകാനുള്ള ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് കടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉപമുഖ്യമന്ത്രി സ്ഥാനം കോൺഗ്രസിന് വേണമെന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു സംസ്ഥാന ഘടകം. പക്ഷേ അത് ആദ്യം തന്നെ തള്ളുകയും ചെയ്യുകയും ചെയ്തിരുന്നു. ദേശീയ നേതൃത്വവുമായി പിന്നീട് നിതീഷ് കുമാർ അടക്കം സംസാരിക്കുകയും ചെയ്തിരുന്നു. എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാം എന്നുള്ള ഒരു നിലപാട് ദേശീയ നേതൃത്വം കൈവരിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷമാണ് സ്പീക്കർ സ്ഥാനമടക്കം കോൺഗ്രസിന് നൽകാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും മറ്റ് ചെറു കക്ഷികൾക്കും, അതായത് CPI MML പോയിട്ടുള്ള കക്ഷികൾക്കെല്ലാം തന്നെ ഈ ഒരു മന്ത്രിസഭയിൽ പ്രാതിനിധ്യം നൽകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും 28 മന്ത്രിമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെന്നാണ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. മറ്റ് മന്ത്രിസഭാ വികസനമടക്കം വരും ദിവസങ്ങളിൽ പൂർത്തിയാക്കാൻ തന്നെയാണ് തീരുമാനമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇന്ന് ഈ ഒരു കഴിഞ്ഞ ദിവസം 2 വർഷം നീണ്ടുനിന്ന ഈ ഒരു സഖ്യം വേർപിരിഞ്ഞുകൊണ്ട് BJP സർക്കാർ താഴെ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് കേന്ദ്രീകരിച്ച്, അതായത് നിതീഷ് കുമാർ ജനങ്ങളെ വഞ്ചിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്ന് BJP ബീഹാറിൽ വഞ്ചനാ ദിനമടക്കം ആചരിക്കുന്ന. BJPയുടെ ഇനിയുള്ള നീക്കങ്ങളും ഏതായാലും പ്രധാനപ്പെട്ടാണല്ലോ. കാരണം ഇങ്ങനെ ഒരു വലിയ തിരിച്ചടി അവരുടെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ 4ാമത്തെ സംസ്ഥാനമാണ് നിയമസഭ ലോക്സഭാ അംഗങ്ങളുടെ കാര്യത്തിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 1.5 വർഷം മാത്രം ബാക്കി നിൽക്കുന്നു. സ്വാഭാവികമായും BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണിത്. അത് കയ്യും കെട്ടി നോക്കി നിൽക്കുക ആയിരിക്കില്ലല്ലോ അവരുടെ ഇനിയുള്ള നീക്കം. പ്രധാനപ്പെട്ട നീക്കങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടല്ലോ. നിതീഷ് കുമാർക്ക് നേരത്തെ സംശയിച്ചതുപോലെ മഹാരാഷ്ട്ര മോഡൽ പരിപാടികൾക്ക് അവർ തുടക്കം കുറിക്കുമോ? ഇത് തീർച്ചയായും അത്തരത്തിലുള്ള ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ മന്ത്രിസഭാ വികസനമടക്കം പൂർത്തിയാക്കുന്ന ഒരു വേള കൂടിയായിരുന്നു. അത്തരത്തിൽ ഒരു സംസ്ഥാനത്ത് അധികാരത്തിലേറുമ്പോൾ മറ്റൊരു സംസ്ഥാനത്തിൽ അധികാരം കൈവിട്ടു പോകുന്ന തരത്തിലേക്ക് അത്തരത്തിലുള്ള കനത്ത തിരിച്ചടി തന്നെയാണ് ബീഹാർ കേന്ദ്രീകരിച്ച് BJPക്ക് ഉണ്ടാകുകയും ചെയ്തത്. അതായത് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ BJP വലിയ മുന്നേറ്റം BJPക്ക് ബീഹാറിൽ നടത്താൻ സാധിക്കുകയും ചെയ്തു. അതായത് ഈ ഒരു നിതീഷ് കുമാറുമായി സഖ്യമുണ്ടാക്കിയതിനു ശേഷം വലിയ മുന്നേറ്റം നടത്താൻ BJPക്ക് സാധിച്ചു. 77 സീറ്റുകൾ അവിടെ നേടാനും ഒപ്പം തന്നെ ആ ഭരണകക്ഷിയിൽ തന്നെ ഏറ്റവും വലിയ കക്ഷിയായി മാറാനും BJPക്ക് സാധിക്കുകയും ചെയ്തു. അത്തരത്തിൽ ഒരു ഹൈജാക്കിംഗ് നടത്തുമെന്നുള്ള ഒരു സൂചന, അതായത് RCP സിംഗുമായി കൂടിച്ചേർന്നുകൊണ്ട് മഹാരാഷ്ട്രയിലേതുപോലുള്ള ഒരു ഗൂഢാലോചന തങ്ങൾക്കെതിരെ ഉണ്ടാകുമോ, ഒരു അട്ടിമറി നീക്കം ഉണ്ടാകുമോ എന്നുള്ള സംശയം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശങ്ക നിതീഷ് കുമാറിന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു നിർണായക തീരുമാനത്തിലേക്ക് നിതീഷ് കുമാർ എത്തുകയും ചെയ്തത്. അതിന് പിന്നാലെ വലിയ നീക്കങ്ങൾ ഉണ്ടാകുന്നു. പിന്തുണയുമായി RJDയും ഒപ്പം തന്നെ കോൺഗ്രസും എല്ലാം ഒരുമിക്കുകയും ചെയ്യുന്നു. പ്രതിപക്ഷ പാർട്ടികൾ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് തന്നെ നിതീഷ് കുമാറിനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കൂടാതെ തന്നെ 45 MLA-മാരുള്ള JDUവിനെ തന്നെ, അതായത് നിതീഷ് കുമാറിനെ തന്നെ മുഖ്യമന്ത്രിയായി തുടരാനും RJD സമ്മതിക്കുകയും ചെയ്യുന്നു. അതായത് 2017 ഈ സഖ്യം പിളരുമ്പോൾ വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങൾ നിതീഷ് കുമാറും തേജസ്വി യാദവും തമ്മിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അന്ന് അഴിമതിക്കാരനാണ് തേജസ്വി യാദവ് എന്നുള്ള പരാമർശമൊക്കെ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയായിരുന്നു ഈ ഒരു സഖ്യം വലിയ രീതിയിൽ തകരുകയും പുറത്തേക്ക് പോവുകയും BJPയുമായി സഖ്യം ചേരുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വഴിവെച്ചത്. പക്ഷേ ഈ നിലവിലെ സാഹചര്യത്തിൽ 2024 ഈ ഒരു സഖ്യത്തിൽ തുടർന്നു കഴിഞ്ഞാൽ പിന്നീട് ജനങ്ങൾ തങ്ങളെ തള്ളിക്കളയും. RJDക്കും ഒപ്പം തന്നെ JDUവിനും അടക്കമുള്ള പാർട്ടികൾക്ക്, പ്രാദേശിക പാർട്ടികൾക്ക് BJP വലിയ രീതിയിലുള്ള ഒരു ബദലായി മാറുകയും ചെയ്യും, വലിയ ഒരു വെല്ലുവിളിയായി മാറും എന്നുള്ളൊരു വിലയിരുത്തൽ ഈ ഒരു ഘട്ടത്തിലെല്ലാം തന്നെ നിതീഷ് കുമാർ വെച്ചു പുലർത്തുകയും ചെയ്തിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ
ഔദ്യോഗികപരമായ തീരുമാനം, അതായത് സഖ്യം വിടണം എന്നുള്ള കാര്യം ഔദ്യോഗികപരമായി തീരുമാനിക്കുന്നതിന് വേണ്ടി ചേർന്ന യോഗത്തിലടക്കം നിതീഷ് കുമാർ ഉന്നയിക്കുകയും ചെയ്തു. നിരുപാധിക പിന്തുണ ഈ മറ്റ് സാമാജികരെല്ലാം തന്നെയും ഒപ്പം തന്നെ മറ്റ് ജനപ്രതിനിധികളെല്ലാം തന്നെ നൽകി എന്നതുകൊണ്ട് തന്നെയാണ് സഖ്യം വിടാനുള്ള ഒരു നീക്കത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ ഇനി BJP എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായും നോക്കിക്കാണേണ്ടതായിട്ടുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ചെയ്തതുപോലെ തന്നെ എന്തെങ്കിലും കൂറുമാറ്റം അടക്കമുള്ള സാഹചര്യത്തിലേക്ക് പോകുമോ, അല്ലെങ്കിൽ വിശ്വാസ വോട്ടെടുപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് എങ്കിൽ, വിശ്വാസം തെളിയിക്കേണ്ടി വന്നാൽ അത് എങ്ങനെ മറികടക്കാനാകുമെന്നൊരു ആശങ്ക ഇപ്പോഴും JD ക്യാമ്പിനുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ 164 പേരുടെ പിന്തുണയുണ്ട് എന്നാണ് അവകാശപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം RJDയുടെ കത്ത് മാത്രമാണ് ഗവർണർക്ക് സമർപ്പിക്കുകയും ചെയ്തത്. അതുൾപ്പെടെ 160 പേരുടെ പിന്തുണ തനിക്കുണ്ട് എന്നുള്ള അവകാശവാദം കഴിഞ്ഞ ദിവസം ഗവർണർക്ക് മുന്നിൽ സമർപ്പിച്ച കത്തിൽ ഏതായാലും വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങൾക്കൊടുവിൽ അവിടെ BJPയെ അമ്പരപ്പിച്ചുകൊണ്ട് നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ മിഥുൻ വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ ഒരുപക്ഷെ ഇനിയും സംഭവിച്ചേക്കാം. കാരണം ബംഗാളിൽ മമതാ ബാനർജി അല്പമൊന്ന് പുറകോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. നമ്മൾ നേരത്തെയൊക്കെ ചർച്ച ചെയ്തതുപോലെ ദേശീയ മുഖമായി അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ അവർ മൗനത്തിലാണ്. നിതീഷ് കുമാർ ഒരു തരത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ നേരത്തെ തന്നെ ഒരു എൻട്രൻസിന് ശ്രമിച്ചിരുന്നു. നരേന്ദ്രമോദിയുള്ള എതിർപ്പ് ആദ്യഘട്ടം മുതൽ പ്രകടിപ്പിച്ച നേതാവാണ്. സ്വാഭാവികമായും കോൺഗ്രസിനെ മറികടന്ന് പ്രതിപക്ഷ കക്ഷികളുടെ കൂട്ടായ്മയുടെ തലപ്പത്ത് നിതീഷ് എത്താനുള്ള സാധ്യതയുണ്ടോ? അത് ആ ഒരു അപകടകരമായ സാഹചര്യം കോൺഗ്രസും മുന്നിൽ കാണുന്നില്ലേ? രഞ്ജിത്ത്, അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് കടക്കുന്നില്ല. അതായത് പ്രധാനമായും നിതീഷ് കുമാറിന്റെ കടന്നുവരവ് പ്രതിപക്ഷ ഐക്യനിരയ്ക്ക് വലിയ ഉണർവ് തന്നെ ഉണ്ടാക്കുമെന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. കാരണം എന്തുവിധേനയും ദേശീയ നേതൃത്വം കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയതും ഇത് തന്നെയാണ്. നിതീഷ് കുമാറിന്റെ കടന്നുവരവ് വരാൻ പോകുന്ന 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം വലിയ മുന്നേറ്റം പ്രതിപക്ഷ ഐക്യനിരയ്ക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യും. പക്ഷേ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ മമതാ ബാനർജി അടക്കം പിന്നോട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് പാർത്ഥ ചാറ്റർജിയുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി കേസുമായി ബന്ധപ്പെട്ട മമതയും കുറ്റാരോപിതയാണ് എന്നുള്ള തരത്തിലേക്ക്, അല്ലെങ്കിൽ അത്തരത്തിൽ ED അന്വേഷണം അടക്കം മമതയ്ക്ക് പുറകിലേക്ക് വരുന്നു എന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. പ്രധാനമന്ത്രിയുമായി മമതാ ബാനർജി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നു. പിന്നീട് ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലടക്കം വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. അത്തരത്തിൽ പ്രതിപക്ഷ ഐക്യനിരയിൽ വിള്ളലുണ്ടാക്കാൻ പറ്റുന്ന തരത്തിലേക്ക് BJP തന്ത്രങ്ങൾ മെലയുമ്പോൾ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നിതീഷ് കുമാറിന്റെ കടന്നുവരവ് വലിയ ശ്രദ്ധേയമാവുകയും ചെയ്യുന്നത്, വലിയ പ്രസക്തമാകുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം അടക്കം പ്രതിപക്ഷ ഐക്യനിരയിലെ പ്രധാന കക്ഷികളെല്ലാം തന്നെ നോക്കിക്കാണുകയും ചെയ്യുന്നത്. കാരണം ശരത് പവാറും ഒപ്പം തന്നെ ഉദ്ധവ് താക്കറെ കൂടാതെ മമതാ ബാനർജിക്കൊപ്പം മറ്റൊരു പ്രധാന നേതാവ് കൂടി നിതീഷ് കുമാറിനെ സംബന്ധിച്ചും പ്രധാനമന്ത്രി പദത്തിലേക്ക് അടക്കം ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന ഒരു നേതാവ് കൂടിയാണ്. അത്തരത്തിലുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെ വലിയ പിന്തുണ നൽകാൻ തന്നെയാണ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം സോണിയാഗാന്ധിയും ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയുമായി നിതീഷ് കുമാർ ഫോണിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ തുടർ ചലനങ്ങളും ഒപ്പം മറ്റു കാര്യങ്ങളും ഒക്കെ വിശദീകരിക്കുന്നതിന് വേണ്ടി 2 ദിവസത്തിന് ശേഷം നിതീഷ് കുമാർ ഡൽഹിയിലെത്തി സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നുള്ള കാര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ അടക്കം ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്ന പശ്ചാത്തലമുണ്ട്. എന്തായാലും ദേശീയ തലത്തിൽ നിതീഷ് കുമാറിന്റെ കടന്നുവരവ് വലിയ ഊർജ്ജവും ഒപ്പം തന്നെ പ്രതിപക്ഷ ഐക്യനിരയ്ക്ക് വലിയ പിന്തുണയും, അല്ലെങ്കിൽ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വലിയ ഒരു ഊർജ്ജം നൽകുന്ന തരത്തിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന തലത്തിലേക്ക് വരുമ്പോൾ BJPയുടെ കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഇനി BJP എന്ത് കണക്കുകൂട്ടലാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്താൻ പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം BJPക്ക് വലിയ തിരിച്ചടിയാണ് NDA സഖ്യത്തിന്. കാരണം അവരുടെ ഘടകകക്ഷികളിൽ ഏറ്റവും പ്രാധാന്യമുള്ളൊരു ഘടകകക്ഷി സഖ്യം വിട്ടിരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് മാത്രമാണ് NDAക്ക് ബീഹാറിൽ നഷ്ടപ്പെട്ടത്. ബാക്കി സീറ്റുകൾ മുഴുവൻ NDAക്കൊപ്പമായിരുന്നു. പക്ഷേ നിതീഷ് കുമാർ പുറകോട്ട് പോകുമ്പോൾ എന്താണ് സംഭവിക്കുക ആ സഖ്യത്തിന്? അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ BJPയുടെ സാധ്യതകളെ എത്രത്തോളം ബാധിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒന്ന്. ഒപ്പം പ്രതിപക്ഷ ഐക്യം, നേരത്തെ മിഥുൻ പറഞ്ഞ പോലെ പ്രതിപക്ഷ ഐക്യനിര അത് ശക്തിപ്പെടുന്നു. പ്രതിപക്ഷ ഐക്യത്തിലേക്ക് നിർണായക സ്വാധീനമുള്ള ഒരു നേതാവ് കടന്നു വരുന്നു എന്നുള്ളതാണ് ഈ ബീഹാർ രാഷ്ട്രീയത്തിലെ ഏറ്റവും പുതിയ വഴിത്തിരിവുകളിൽ ഒന്ന്. MG മിഥുനാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് മറ്റു ചില വാർത്തകളിലേക്ക് പോകണം. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നേരിയ തോതിൽ കുറഞ്ഞു. ജലനിരപ്പ് കുറഞ്ഞെങ്കിലും അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്കിൽ കാര്യമായ കുറവില്ല. 139.2 അടിയാണ് നിലവിലെ ജലനിരപ്പ്. 13 ഷട്ടറുകളിലൂടെ സെക്കൻഡിൽ 10,000 ഘനയടി ജലമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത്.
തീരമേഖലയിൽ വെള്ളം ഉയർന്നതോടെ 85 കുടുംബങ്ങളെയാണ് ക്യാമ്പുകളിലേക്കും ബന്ധുവീടുകളിലേക്കുമായി മാറ്റിയത്. എന്നാൽ ഇടുക്കിയിൽ അണക്കെട്ടിലെ ജലനിരപ്പിൽ കുറവില്ല. അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായി തുടരുന്നു. 2387.36 ആണ് ഇടുക്കി അണക്കെട്ടിന്റെ ജലനിരപ്പ്. പ്രിൻസ് ജെയിംസും VK സ്റ്റാലിനും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. പ്രിൻസ്, മുല്ലപ്പെരിയാറിൽ ആശ്വാസകരമായ ഒന്ന് ജലനിരപ്പിലെ ഒരു ചെറിയ കുറവാണ്. അത് നീരൊഴുക്കിന്റെ കാര്യത്തിൽ കുറവുണ്ടായിട്ടില്ല എങ്കിൽ പോലും ഈ ജലം തുറന്നു വിടുന്ന ഒരു സാഹചര്യം 2 ദിവസമായി ഉണ്ടല്ലോ, അതുകൊണ്ടുള്ള ഒരു കുറവായി കണക്കാക്കാം. മറ്റു തരത്തിലുള്ള എന്തെങ്കിലും ആശങ്കകൾക്കുള്ള ഇടയുണ്ടോ അവിടെ? മുല്ലപ്പെരിയാറിലെ ആശങ്കകൾ പൂർണ്ണമായും ഒഴിഞ്ഞു എന്ന് നമുക്ക് പറയാനാവില്ല. കാരണം അണക്കെട്ടിൽ നിന്നും പുറത്തേക്ക് ഒഴുക്കുന്ന വെള്ളത്തിന്റെ അളവ് വലിയ തോതിൽ തന്നെ തുടരുകയാണ്. കാരണം ജലനിരപ്പ് അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് ഇതിലും കാര്യമായിട്ട് കുറവില്ല. 10,000 കനയടിയോളം വെള്ളം അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. പതിവ് പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തന്നെയാണ് ഇപ്പോഴും പെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നീരൊഴുക്കിൽ കാര്യമായും കുറവില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ കൂടുതൽ തോതിൽ വലിയ തോതിൽ വെള്ളം പെരിയാറിലേക്ക് ഒഴുക്കിയതോടെ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ 139 2 ജലനിരപ്പ് എത്തിയിരിക്കുന്നു. വലിയ തോതിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കിയതോടെ പെരിയാർ തീരത്തെ ആശങ്ക വർദ്ധിക്കുന്ന സാഹചര്യമാണുള്ളത്. വള്ളക്കടവ്, കളച്ചിക്കടവ്, മഞ്ചുപറ തുടങ്ങിയ പ്രദേശങ്ങളിലെ ആറ്റോര മേഖലകള് വെള്ളം കയറി. വിവിധ വീടുകളിൽ ഇവിടെ വെള്ളം കയറിയിട്ടുണ്ട്. ഒപ്പം വണ്ടിപ്പുര വികാസകാർ വഞ്ചിയോയിൽ മേഖലകൾ ഒറ്റപ്പെട്ടൊരവസ്ഥയിലാണ്. വഞ്ചിയോയിലെ ഏകദേശം 80-ലധികം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടൊരവസ്ഥയിലാണ്. ഇവർക്ക് പുറലോകത്തെത്താനുള്ള മാർഗമായ വള്ളക്കടവ് പാലം ഏകദേശം വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നു. മറ്റു മേഖലകളിലൂടെ എത്തണമെങ്കിൽ കിലോമീറ്ററുകൾ അധികം കാൽനടയെ സഞ്ചരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. ആദിവാസി കുടുംബങ്ങൾ അടക്കമുള്ളവർ കഴിയുന്ന ഒരു മേഖലയാണ് ഇത്. ഒപ്പം തീരമേഖലയിലെ ഏകദേശം 80-ലധികം 75 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും വീടുകളിലേക്കുമായി മാറ്റിയിട്ടുണ്ട്. 45 കുടുംബങ്ങളെ 145 പേരെയാണ് ക്യാമ്പുകളിലേക്ക് മാറ്റിയിരിക്കുന്നത്. വണ്ടിപ്പെരിയാർ വള്ളക്കടവ് മേഖലകളിലായാണ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. നിലവിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ വെള്ളം പുറത്തേക്ക് ഒഴുകുന്ന അളവ് കുറയ്ക്കാത്തതിനാൽ ഇവർ വരും ദിവസങ്ങളിലും അത് ഇന്നുകൂടെയെങ്കിലും കുറഞ്ഞത് ക്യാമ്പുകൾ കഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ഇന്നെങ്കിലും മഴ മാറി നിന്നെങ്കിൽ മാത്രമേ പുറത്തേക്ക് ഒഴുകുന്ന മഴയുടെ സാഹചര്യം എങ്ങനെയുണ്ട് ആ മേഖലയിൽ? വൃഷ്ടിപ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴും മഴയുണ്ടോ പ്രിൻസ്? നീരൊഴുക്ക് തുടരുന്ന ഒരു സാഹചര്യം, അതായത് വൃഷ്ടിപ്രദേശങ്ങൾ ഒറ്റപ്പെട്ട ശക്തമായ മഴ തന്നെ ലഭിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. രാത്രികാലങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചിരുന്നു. നിലവിൽ 10,000 കനയടിയോളം വെള്ളം തുടർച്ചയായി അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. വനമേഖലയിൽ, പെരിയാർ വനമേഖലയിലും തേക്കടിയിലുമൊക്കെ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. പ്രിൻസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് ഇടുക്കിയിലെ കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്യണം. ഇടുക്കിയിൽ VK സ്റ്റാലിനുണ്ട്. സ്റ്റാലിൻ, ഇടുക്കിയിൽ ഈ മുല്ലപ്പെരിയാറിലെ ജലം സ്വാഭാവികമായും അത് വലിയ തോതിൽ എത്തുന്നതുകൊണ്ട് ജലനിരപ്പിൽ കാര്യമായ വ്യത്യാസമില്ല. അല്പം ഒന്ന് ഉയർന്നു എന്നുള്ള പശ്ചാത്തലമൊക്കെ പുറത്തു വരുന്നുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയല്ലേ? മഴ എങ്ങനെയുണ്ട് ആ മേഖലയിൽ? രഞ്ജിത്തെ, ഇന്നലെ പകല് മഴ കുറച്ച് സമയമൊക്കെ വിട്ടുനിന്നിരുന്നു. എങ്കിലും വൈകുന്നേരത്തോടുകൂടി വീണ്ടും മഴ കുറച്ച് ശക്തമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പദ്ധതി പ്രദേശങ്ങളിലേക്കും ആ മഴ വളരെ വലിയ തോതിൽ തന്നെ ശക്തിപ്പെട്ടു. അതിനാൽ തന്നെയാണ് ഇടുക്കി ഡാമിലെ ജലനിരപ്പിൽ കാര്യമായ കുറവ് വരാതെ തന്നെ തുടരുന്നത്. മുല്ലപ്പെരിയാറിൽ നേരിയ തോതിൽ കുറവ് വന്നു എന്ന് പറയുമ്പോൾ പോലും ഇടുക്കിയിലേക്കുള്ള നീരൊഴുക്കിന്റെ കാര്യത്തിൽ യാതൊരു കുറവും വന്നിട്ടില്ല. മുല്ലപ്പെരിയാറിലെയും അതുപോലെ തന്നെ പദ്ധതി പ്രദേശങ്ങളിലെ, പ്രത്യേകിച്ചും ഇടുക്കി ഡാമിന്റെ ഇടുക്കി പദ്ധതി പ്രദേശങ്ങളിൽ നിന്നുള്ള വിവിധ നദികളിൽ നിന്നുള്ള നീരൊഴുക്കും പെരിയാറിലേക്ക് ബന്ധപ്പെട്ട് വരുന്നു. അതോടൊപ്പം തന്നെ ആ പ്രദേശങ്ങളിലെല്ലാം മഴ ശക്തമായി തന്നെ ഇന്നലെ രാത്രിയോടുകൂടി ശക്തമായ മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തിപ്പെടുക തന്നെയാണ് ചെയ്തത്. എങ്കിലും ഇപ്പോൾ 2387.4 ജലനിരപ്പ് എത്തിയിട്ടുണ്ട്. എന്നാൽ ഇനിയും പെട്ടെന്ന് അളവ് കൂട്ടി ജലം പുറത്തേക്ക് ഒഴുക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നൊരു നിലപാടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്നാൽ റൂൾ കർവ് പരിധി ഈ 2386.53 അന്ന് അതിൽ മുകളിലാണ് ഇപ്പോഴത്തെ ജലനിരപ്പ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരടിക്ക് മുകളിൽ വെള്ളം ഡാമിലെ കുറയേണ്ടതുണ്ട്. അപ്പോൾ നീരൊഴുക്ക് ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ഇതിൽ തന്നെ ഡാമിന്റെ ഷട്ടറുകൾ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കേണ്ട സ്ഥിതി തുടരേണ്ടി വരും. ഇന്നലെ കഴിഞ്ഞ ദിവസം വരെ 300 ക്യൂമിക്സ് ആയിരുന്നു ജലം പുറത്തേക്ക് വിട്ടിരുന്നത്. ഇന്നലെ ഉച്ചയോടെ അത് 350 മാറ്റി. ഇപ്പോൾ ആ സ്ഥിതിയിൽ തന്നെയാണ് തുടരുന്നത്. എന്തായാലും തീരമേഖലയിലുള്ളവരോടൊക്കെ വളരെ ജാഗ്രത പാലിക്കണമെന്നുള്ള കർശന നിർദ്ദേശങ്ങൾ തന്നെ ജില്ലാ ഭരണകൂടം
നൽകുന്നുണ്ട്, തുടരുന്നുണ്ട്. മറ്റ് സംഘങ്ങളെ പ്രത്യേകിച്ചും ദുരന്ത നിവാരണ സേനകളെ ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ശക്തമായി തുടരുന്നു. പെരിയാറിലെ നീരൊഴുക്ക് വർദ്ധിച്ചത് 2 പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ചും തടിയമ്പാട്, മരിയാപുരം, വാഴത്തോപ്പ് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന തടിയമ്പാട് ചപ്പാത്ത് ചില ഭാഗങ്ങൾ ഇന്നലെ തകർന്നിരുന്നു. സമീപത്തെ ചില വീടുകൾക്കും നാശം സംഭവിച്ചു. മറ്റ് 5 വീടുകളിൽ വെള്ളം കയറിയിരുന്നു. അവിടെ നിന്നെല്ലാം ആൾക്കാരെ നേരത്തെ തന്നെ മാറ്റിയിരുന്നു. 79 കുടുംബങ്ങളാണ് തീരപ്രദേശങ്ങളിൽ വരുന്നത്. നമ്മൾ മുൻപും സൂചിപ്പിച്ചിരുന്നു, പെരിയാറിന്റെ തീരങ്ങളിൽ വരുന്ന പെരിയാർ തീരങ്ങൾ പങ്കിടുന്ന 5 പഞ്ചായത്തുകൾ ആണ് ഉള്ളത്. വാഴത്തോപ്പ്, കഞ്ഞിക്കുഴി, മരിയാപുരം, അതുപോലെ തന്നെ കൊന്നത്തടി, വാത്തിക്കുടി എന്നിവയൊക്കെയാണ് ഇവയെല്ലാം. ആ പ്രദേശങ്ങളിൽ നിന്നുള്ള 79 കുടുംബങ്ങൾക്കാണ് നേരത്തെ തന്നെ ജാഗ്രതാ നിർദ്ദേശം, നോട്ടീസ് എല്ലാം നൽകിയിരുന്നത്. അവിടെ നിന്ന് 42 കുടുംബങ്ങൾ നേരത്തെ തന്നെ മാറ്റിയിട്ടുണ്ട്. അതിൽ പലരും ബന്ധുവീടുകളിലും മറ്റ് ക്യാമ്പുകളിലും ഒക്കെ ആക്കിയിട്ടുണ്ട്. പിന്നീട് വെള്ളം കയറാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം ആളുകളെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ദുരന്തം അനുഭവിച്ച കരിമ്പൻ മേഖലയിലെ കരിമ്പൻ പാലത്തിനോട് ചേർന്നുള്ള വീടുകൾ, അവർക്കെല്ലാം ഇന്നലെയും ഉദ്യോഗസ്ഥർ വീടുകൾ കയറി തന്നെ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതുപോലെ അറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. എല്ലാ ക്രമീകരണങ്ങളും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ ഒരു മാനേജ്മെന്റ് സംവിധാനം നിലവിലുണ്ട്. ഒരു അത്തരത്തിലുള്ള ഒരു ആശങ്കയുടെ പ്രശ്നങ്ങൾ ഇല്ല എന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടവും അറിയിക്കുന്നത്. വി കെ സ്റ്റാലിനാണ് ഇടുക്കിയിലെ വിവരങ്ങൾ പങ്കുവച്ചത്. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന 5 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. കോട്ടയം, ഇടുക്കി, എറണാകുളം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലാ കളക്ടർമാരാണ് അവധി പ്രഖ്യാപിച്ചത്. കുട്ടനാട് താലൂക്കിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ മുമ്പ് നിശ്ചയിച്ച യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്ക് മാറ്റമുണ്ടായിരിക്കുന്നതല്ലെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കേശവദാസപുരം കൊലക്കേസിലെ പ്രതി ആദം അലിയെ ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെത്തിക്കും. മെഡിക്കൽ കോളേജ് സിഐയും സംഘവും ഇന്നലെ ചെന്നൈയിലെത്തിയാണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തെളിവെടുപ്പ് ഇന്നുണ്ടാകും. ചെന്നൈയിൽ നിന്ന് ഇന്നലെ രാത്രി 8:30 പുറപ്പെട്ട സംഘം ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് വിവരം. തുടർന്ന് പ്രാഥമിക ചോദ്യം ചെയ്യലും തെളിവെടുപ്പും ഉണ്ടാകും. മെഡിക്കൽ പരിശോധനയും നടത്തേണ്ടതുണ്ട്. പ്രധാനമായും 2 കാര്യങ്ങളാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. 1, കൊലയ്ക്ക് മറ്റാരുടെയെങ്കിലും സഹായം ഉണ്ടായിരുന്നോ? 2, കരുതിക്കൂട്ടിയുള്ള കൊലപാതകമായിരുന്നോ? ഇക്കാര്യങ്ങളിൽ ഇന്ന് തന്നെ വ്യക്തത വരുത്താനാകും ശ്രമം. കൊല്ലപ്പെട്ട മനോരമയുടെ ദേഹത്തുണ്ടായ സ്വർണ്ണാഭരണങ്ങൾ പ്രതിയിൽ നിന്ന് കണ്ടെടുത്തുവെന്നാണ് സൂചന. തിങ്കളാഴ്ച വൈകിട്ട് 5:30 ആദം അലിയെ ചെന്നൈയിൽ നിന്ന് RPF സംഘം പിടികൂടിയത്. കൊലപാതകം നടത്തിയ ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ കേരള പോലീസ് നിർദ്ദേശപ്രകാരമാണ് RPF കസ്റ്റഡിയിലെടുത്തത്. തമിഴ്നാട് സെയ്താപ്പേട്ട് കോടതിയിൽ ഹാജരാക്കിയ ശേഷമാണ് പ്രതിയെ തിരുവനന്തപുരത്ത് എത്തിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. അട്ടപ്പാടി മധു കേസിൽ സാക്ഷികളെ സ്വാധീനിച്ച പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ സമർപ്പിച്ച ഹർജി ഇന്ന് പരിഗണിച്ചേക്കും. 16 പ്രതികളിൽ 12 പേരുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രോസിക്യൂഷന്റെ നീക്കം. മണ്ണാർക്കാട്ടെ വിചാരണ കോടതിയിലാണ് പ്രോസിക്യൂഷൻ അപേക്ഷ നൽകിയിരിക്കുന്നത്. പോലീസ് സംരക്ഷണം ഉണ്ടായിട്ടും സാക്ഷികൾ കൂറുമാറുന്നത് പ്രതികളുടെ സ്വാധീനം മൂലമാണെന്ന് ആരോപണം ഉയർന്നിരുന്നു. കേസിൽ 25, 26 സാക്ഷികളായ രാജേഷ്, ജയകുമാർ എന്നിവരുടെ വിസ്താരവും ഇന്ന് നടക്കും. കഴിഞ്ഞ ദിവസം ഇവർ കോടതിയിൽ ഹാജരായിരുന്നില്ല. ഭീകരബന്ധം സംശയിച്ച UAE പൗരനെ വിട്ടയക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സഹായിച്ചുവെന്ന സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങൾ തെറ്റെന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്ത്. സർക്കാർ ഇടപെടലല്ല, മറിച്ച് നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് UAE പൗരനെ വിട്ടയച്ചതെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. 2017 ജൂലൈയിലാണ് UAE സർക്കാർ ഉദ്യോഗസ്ഥനായ ഗസാൻ മുഹമ്മദ് അലാവി ഇന്ത്യയിൽ പ്രവർത്തനാനുമതിയില്ലാത്ത തുറായി സാറ്റലൈറ്റ് ഫോണുമായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പിടിയിലായത്. CSF നെടുമ്പാശ്ശേരി പോലീസിന് ഇദ്ദേഹത്തെ കൈമാറുകയും കേസെടുക്കുകയും ചെയ്തു. എന്നാൽ ഇദ്ദേഹത്തിന് വേണ്ടി UAE കോൺസുലേറ്റ് നൽകിയ സത്യവാങ്മൂലം അങ്കമാലി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരിശോധിക്കുകയും ജാമ്യം നൽകി നാടുവിടാൻ അനുവദിക്കുകയുമായിരുന്നു. പിന്നീട് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഗസാൻ അലാവി ഹൈക്കോടതിയെ സമീപിച്ചു. 2019 ഹൈക്കോടതി കേസ് റദ്ദാക്കുകയും ചെയ്തു. മുൻ UDF സർക്കാരിന്റെ കാലത്ത് അഡ്വക്കേറ്റ് ജനറലായിരുന്ന KP ദണ്ഡപാണിയുടെ നിയമസ്ഥാപനമായ ദണ്ഡപാണി അസോസിയേറ്റ്സ് ആണ് ഇദ്ദേഹത്തിന് നിയമസഹായം നൽകിയത്. വിദേശ പൗരനെ നാടുവിടാൻ മുഖ്യമന്ത്രി സഹായിച്ചെന്നാണ് സ്വപ്ന സുരേഷിന്റെ ആരോപണം. എന്നാൽ ഇദ്ദേഹത്തിന് വേണ്ടി സ്വപ്ന സുരേഷ് സ്വന്തം കൈപ്പടയിൽ തയ്യാറാക്കിയ സത്യവാങ്മൂലമാണ് UAE കോൺസുലേറ്റിനായി കോടതിയിൽ സമർപ്പിച്ചത്. UAE സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥരായ ഗസാൻ സുഹൃത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനായാണ് കുടുംബത്തോടൊപ്പം കേരളത്തിലെത്തിയത്. ഇന്ത്യൻ ടെലിഗ്രാഫ് ആക്ട് പ്രകാരം രാജ്യത്ത് സാധാരണക്കാർ സാറ്റലൈറ്റ് ഫോണുകൾ ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണ്. എന്നാൽ ഇദ്ദേഹം രാജ്യത്ത് വെച്ച് ഫോൺ ഉപയോഗിച്ചുവെന്നതിന് തെളിവില്ല.
ഫോൺ കൊണ്ടുവന്നത് യാദൃച്ഛ്യമെന്ന് കരുതാമെന്ന് ഹൈക്കോടതി ഉത്തരവിലും വ്യക്തമാക്കുന്നു. സാറ്റലൈറ്റ് ഫോണുകൾക്ക് നിരോധനമില്ലാത്ത നിരവധി രാജ്യങ്ങളുണ്ട്. എന്നാൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് അന്താരാഷ്ട്ര യാത്രക്കാർ യാദൃച്ഛികമായി സാറ്റലൈറ്റ് ഫോണുകളുമായി എത്തുന്നത് പതിവുമാണ്. സംഭവത്തിന് തീവ്രവാദ നിറം പകരുകയും മുഖ്യമന്ത്രിയെ വലിച്ചിഴക്കുകയും ചെയ്യുന്നത് ദുരുദ്ദേശപരമാണെന്നുമാണ് CPM കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാരിന് ജനകീയ മുഖം നൽകുന്നതിനുള്ള കർമ്മ പരിപാടികളുടെ ചർച്ചകളിലേക്ക് CPM കടക്കുന്നു. കേരള വികസന മാതൃകയും സർക്കാരിന്റെ പദ്ധതികളും വിശദീകരിച്ച് ജനങ്ങളെ ഒപ്പം നിർത്താനാണ് ശ്രമം. ഇതിനുള്ള പ്രചരണ പരിപാടികൾ ഇന്നു മുതൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന സംസ്ഥാന സമിതി യോഗം ചർച്ച ചെയ്യും. പൊതുരാഷ്ട്രീയ വിഷയങ്ങളും സംഘടനാ കാര്യങ്ങളും യോഗത്തിന്റെ പരിഗണനയ്ക്ക് വരും. P. ജയരാജന്റെ വാവുബലി പരാമർശത്തിലും കോഴിക്കോട് മേയറുടെ ബാലഗോകുലം വിവാദത്തിലും ചർച്ചകൾ ഉണ്ടാകും. ഓർഡിനൻസ് പുതുക്കലിൽ ഗവർണറും സർക്കാരും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുന്നതിനിടെ ഇന്ന് മന്ത്രിസഭായോഗം ചേരും. 11 ഓർഡിനൻസുകൾ അസാധുവായ സാഹചര്യവും തുടർ നടപടികളും യോഗം ചർച്ച ചെയ്യും. മുഖ്യമന്ത്രി ഗവർണറെ കണ്ട ശേഷമേ നിയമസഭ ചേരുന്ന അടക്കമുള്ള ആലോചനകളിലേക്ക് സർക്കാർ കടക്കും. SS ശരൺ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകുന്നു. ശരൺ, ഈ സർക്കാരും ഗവർണറുമായുള്ള ഏറ്റുമുട്ടൽ അത് അവസാനിക്കുന്നില്ല. ഗവർണർ കടുത്ത വാശിയിലാണ്. അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ സർക്കാരിനോട് പറയാനും വ്യക്തമാക്കാനുമുണ്ട്. സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും? മന്ത്രിസഭാ യോഗത്തിൽ ഏത് തരത്തിലാകും ഈ വിഷയത്തെ സമീപിക്കാൻ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്? രഞ്ജിത്ത്, ഈ 11 ഓർഡിനൻസുകളുടെ കാര്യത്തിലും അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. അതായത് ഈ ഓർഡിനൻസുകളിൽ ഗവർണർ ഒപ്പിടുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയില്ല. ഇതിനിടയിലാണ് മന്ത്രിസഭാ യോഗം ഇന്ന് ചേരുന്നത്. പ്രധാനമായും ഗവർണർ ഈ ഓർഡിനൻസുകളിൽ ഒപ്പിടാത്ത സാഹചര്യം മന്ത്രിസഭാ യോഗം വിലയിരുത്തും. ഇതോടൊപ്പം തന്നെ ഓർഡിനൻസുകൾ പുതുക്കി വീണ്ടും ഗവർണറുടെ അംഗീകാരത്തിനായി സമർപ്പിക്കണമോ അതോ നിയമസഭാ സമ്മേളനത്തിലേക്ക് നീങ്ങണമോ എന്ന കാര്യങ്ങളടക്കം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയാവുകയും ചെയ്യും. ഏതായാലും നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറി ഡൽഹിയിൽ വെച്ച് ഗവർണറെ നേരിട്ട് കണ്ടിട്ട് പോലും ഗവർണർ അനുനയത്തിന് തയ്യാറായിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് വളരെ പ്രധാനപ്പെട്ട മന്ത്രിസഭാ യോഗത്തിലേക്ക് കൂടി കടക്കുകയും ചെയ്യുന്നത്. ഏതായാലും നാളെയാണ് ഗവർണർ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് തിരിച്ചെത്തുന്നത്. അതിനുശേഷം മുഖ്യമന്ത്രി ഗവർണറെ നേരിട്ട് കാണാനുള്ള സാധ്യതയും ഏറുകയാണ്. നമുക്കറിയാം, നേരത്തെ പലപ്പോഴും സർക്കാരും ഗവർണറും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമായിരുന്ന ഘട്ടങ്ങളിൽ മുഖ്യമന്ത്രി നേരിട്ട് കാണുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ഗവർണർ നിലപാട് മയപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി നേരിട്ട് കണ്ടാലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഗവർണർ നിലപാട് മയപ്പെടുത്തുമെന്നൊരു പ്രതീക്ഷയിലാണ് സർക്കാരും ഇടതുമുന്നണിയും ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് CPM എത്തുകയും ചെയ്തിരുന്നത്. അതായത് ഗവർണറെ ഈ വിഷയത്തിൽ കൂടുതൽ പ്രകോപിപ്പിക്കേണ്ടതില്ല എന്നുള്ള നിലപാടിലേക്കാണ് CPM എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ മുഖ്യമന്ത്രി നേരിട്ട് കാണുകയോ അല്ലെങ്കിൽ സർക്കാരിന്റെ വലിയ രീതിയിലുള്ള ഇടപെടൽ ഈ വിഷയത്തിൽ പിന്നീട് ഉണ്ടാവുകയും ചെയ്ത ശേഷം ഗവർണർ ഈ ഓർഡിനൻസുകൾ ഒപ്പിടുകയാണെന്നുണ്ടെങ്കിൽ മുൻകാല പ്രാബല്യം ലഭിക്കുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, ഈ വിഷയം അതായത് ഈ ചാൻസലർ നിലയിലുള്ള ഗവർണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കാനുള്ള സർക്കാർ നീക്കമാണ് ഗവർണറെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഉപേക്ഷിക്കുന്നത്, അതായത് ഈ ഓർഡിനൻസ് നീക്കം ഉപേക്ഷിക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളും ഇപ്പോൾ സർക്കാരിൽ സജീവമായിരിക്കുകയാണ്. ഇതും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ പരിഗണനയ്ക്ക് വരുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. SS ശരണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കോട്ടയം തിരുനക്കരയിലെ നഗരസഭാ ഷോപ്പിംഗ് കോംപ്ലക്സിലെ വ്യാപാരികളെ ഇന്ന് ഒഴിപ്പിക്കും. ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് കെട്ടിടത്തിന്റെ ബലമില്ലായ്മ ചൂണ്ടിക്കാട്ടി നഗരസഭ നടപടിക്കൊരുങ്ങുന്നത്. അതേസമയം നടപടിയെ ചെറുക്കുമെന്ന് വ്യാപാരികൾ വ്യക്തമാക്കി. 63 വർഷം വരെ പഴക്കമുള്ള കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കാൻ നടപടി തുടങ്ങുന്നത്. ഇതിന്റെ ഭാഗമായാണ് വ്യാപാരികളെ ഒഴിപ്പിക്കാൻ നഗരസഭ തീരുമാനിച്ചത്. 52 കടകളാണ് ഒഴിപ്പിക്കുന്നത്. ഓണക്കാലം മുൻനിർത്തി കച്ചവടത്തിന് ലക്ഷ്യമിട്ട വ്യാപാരികൾ ഇതോടെ പ്രതിസന്ധിയിലായി. നഗരസഭയുടെ നടപടി അംഗീകരിക്കില്ല എന്ന് വ്യാപാരികൾ പറഞ്ഞു. വളരെയധികം പണം മുടക്കിയാണ് നമ്മളിപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ച് അതിൻ്റെ ഒരു റിസൾട്ട് പോലും കിട്ടുന്നതിന് മുമ്പേ നമ്മളെ ഇപ്പോൾ ഇറങ്ങിപ്പോവുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. നമുക്ക് ഇവർക്കെതിരെ പ്രതികരിക്കാൻ പറ്റില്ല. ഒരു സ്ഥലത്ത് നിയമവും ഭരണാധികാരികളും പരിപാടികളെല്ലാം നിൽക്കുന്നു, മറുവശത്ത് ഞങ്ങൾ ഏകരാണ്, ഞങ്ങൾ വ്യാപാരികൾ മാത്രമേ ഉള്ളൂ. ഈ 52 വ്യാപാരികളും അവരുടെ കുടുംബങ്ങളും മാത്രമാണ് ആകെയുള്ളത്. 52 കടകളിലായി 400ഓളം തൊഴിലാളികളും ജോലി ചെയ്യുന്നുണ്ട്. ഇവിടെ കുടുംബങ്ങളെ അണിനിരത്തി പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് തീരുമാനം. അവർ ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടി പെട്ടെന്ന് കൊണ്ടെന്ന് വെച്ചാൽ കോർട്ടിൽ നിന്നുള്ള കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് പെട്ടെന്ന് അവർ നീങ്ങിയത്. പക്ഷെ ഒരു സാവകാശം നമുക്ക് ഓണക്കച്ചവടം വരെയെങ്കിലും കിട്ടാനുള്ളൊരു സാവകാശം തരും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. ആ ഒരു പ്രതീക്ഷയിലാണ് ഈ സാധനങ്ങൾ മുഴുവൻ നമ്മൾ സ്റ്റോക്ക് ചെയ്തത്.
നഗരസഭയുടെ നടപടിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്നും വ്യാപാരികൾ പറയുന്നു. കൂടുതൽ പോലീസിനെ രംഗത്തിറക്കി ഒഴിപ്പിക്കൽ നടപടിക്ക് തുടക്കമിടാനാണ് നഗരസഭയുടെ നീക്കം. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. സ്വന്തം ചുമതലയിലുള്ള റോഡ് നന്നാക്കാതെ വിശാല കൊച്ചി അതോറിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് സുരക്ഷാ സെമിനാർ. പൊട്ടിപ്പൊളിഞ്ഞ കലൂർ കടവന്ത്ര റോഡിനെ ചൊല്ലി നാട്ടുകാർ പരാതി പറയുമ്പോഴായിരുന്നു വൻകിട കമ്പനികളുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച സെമിനാർ. കലൂർ കടവന്ത്ര റോഡിലെ കുഴികളെക്കുറിച്ച് പലതവണ പറഞ്ഞതാണ്. വിശാല കൊച്ചി അതോറിറ്റി എന്ന GCDയുടെ ചുമതലയിൽ മറ്റു റോഡുകളുണ്ടെങ്കിലും ഏറ്റവും ശോചനീയമെന്ന് പറയുന്നത് പ്രധാന നിരത്തായ KK റോഡ് തന്നെയാണ്. റോഡ് ഈ വിധം തകർന്നു കിടക്കുമ്പോഴാണ് കൊച്ചിയുടെ റോഡ് സുരക്ഷയെക്കുറിച്ച് സെമിനാർ നടന്നത്. നക്ഷത്ര ഹോട്ടലിൽ നടന്ന ഏകദിന സെമിനാറിൽ നിരവധി പേർ പങ്കെടുക്കാനെത്തി. GCDA ചെയർമാൻ K ചന്ദ്രൻപിള്ള കൂടുതൽ പറഞ്ഞതും റോഡ് സുരക്ഷയെക്കുറിച്ച് തന്നെ. ടാർഗറ്റ് കൃത്യമാണ്. ഈ ദിവസങ്ങളിലും റോഡ് അപകടങ്ങളാണ് ചർച്ച. പക്ഷേ അതിൽ ഒരു ആസ്പെക്ട് മാത്രമേ ഉള്ളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് എഞ്ചിനീയറിംഗും അതുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പ്രശ്നങ്ങൾ മാത്രമാണ്. പക്ഷെ അതല്ല ഇഷ്യൂ വേറെ ഒരുപാടാണ്. യാത്രക്കാർക്ക് ദുരിതമാകുന്ന രീതിയിൽ അപകട ഭീഷണിയും ഉയർത്തി നിരവധി കുഴികളാണ് കലൂർ കടവന്ത്ര റോഡിലുള്ളത്. ഇത് താൽക്കാലികമായെങ്കിലും അടയ്ക്കാനുള്ള ഒരു നടപടിയും GCDയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതിനിടയിലും സെമിനാർ മാമാങ്കങ്ങൾ തുടരുകയാണ്. ന്യൂസ് 18 കൊച്ചി. PSC പരീക്ഷയിൽ ഒരേ സമയം റാങ്ക് ലിസ്റ്റിൽ ഇടം നേടി അമ്മയും മകനും. അരീക്കോട് സൗത്ത് പുത്തലം സ്വദേശി ഒട്ടുപാറ ബിന്ദുവും മകൻ വിവേകുമാണ് ഈ അപൂർവ നേട്ടം സ്വന്തമാക്കിയത്. കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച LGS റാങ്ക് ലിസ്റ്റിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് ബിന്ദുവിന് 92ാം റാങ്കും LDCയിൽ മകൻ വിവേകിന് 38ാം റാങ്കുമാണ്. അരീക്കോട്ടെ PSC കോച്ചിംഗ് സെന്ററിലെ ഉദ്യോഗാർത്ഥികളാണ് ഇരുവരും. ഒരു സ്വപ്നം കണ്ടാൽ അത് യാഥാർത്ഥ്യമാക്കാൻ അശ്രാന്ത പരിശ്രമം നടത്തിയാൽ ഭാഗ്യം തുണയ്ക്കുമെന്നും അത് സത്യമാകുമെന്നും സ്വജീവിതത്തിലൂടെ തെളിയിക്കുകയാണ് ബിന്ദു. അംഗനവാടി ടീച്ചറായ ബിന്ദു ജോലിക്കിടെയാണ് പഠനത്തിന് സമയം കണ്ടെത്തിയതും പരീക്ഷകൾ എഴുതിയതും. 2014 ഇതേ തസ്തികയിൽ 684 റാങ്കായിരുന്നു ബിന്ദുവിന്. 683 റാങ്കുകാരി വരെ ജോലിയിൽ പ്രവേശിച്ചപ്പോൾ നിർഭാഗ്യം കൊണ്ടാണ് ബിന്ദുവിന് ഉദ്യോഗം നഷ്ടമായത്. OBCക്കാർക്ക് 39 വയസ്സുവരെ PSC എഴുതാൻ കഴിയുമെന്ന വ്യവസ്ഥ ഇവർക്ക് തുണയായി. നിരാശപ്പെടാതെ പരിശ്രമം നടത്തിയപ്പോൾ നേടാനായത് 92ാം റാങ്ക്. കോച്ചിംഗ് സെന്ററിലെ പരിശീലനത്തിന് പുറമെ ഒഴിവു സമയങ്ങളെല്ലാം ഇവർ പഠനത്തിനായി മാറ്റിവെക്കും. സർക്കാർ ജോലി സ്വന്തമാക്കുക എന്ന സ്വപ്നമാണ് തന്നെ ഇതിലേക്ക് എത്തിച്ചതെന്നാണ് ബിന്ദു പറയുന്നത്. ഞാനെന്ന് പറഞ്ഞാൽ ഇവിടെ 2014 ഫസ്റ്റ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു എക്സാമിൽ ഞാൻ സപ്ലിയിലായിപ്പോയി. പിന്നെ ഞാൻ മെയിൻ ലിസ്റ്റ് വന്നു, LDയിൽ LGSൽ വന്നു. പിന്നെ അടുത്തതിൽ ആണ് ഇപ്പോൾ എനിക്ക് ഈ ജോലി കിട്ടിയത്. 2.5 വർഷത്തെ കഠിന ശ്രമമാണ് വിവേകിനെ വിജയത്തിലെത്തിച്ചത്. തന്റെ വിജയത്തിനു പിന്നിൽ അമ്മയുടെ പ്രചോദനവും പ്രോത്സാഹനവും ഉണ്ടെന്ന് വിവേക് പറയുന്നു. അതിന് ഇങ്ങോട്ട് വരാനുള്ള കാരണമായത് എൻ്റെ അമ്മയാണ്. അമ്മ ഇവിടെ ഓൾറെഡി ഇവിടെ പ്രതീക്ഷയിൽ പഠിക്കണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇനി ഇങ്ങോട്ട് കൊണ്ടുവരാന്നുള്ളൊരു രീതി അമ്മയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും ഏകദേശം ഒരു സെറ്റിൽ ആവുന്ന രീതിയിൽ സർക്കാർ ജോലിയാണല്ലോ നല്ലതെന്നുള്ള രീതിയിൽ ഞാനങ്ങനെ വിചാരിച്ചു. പിന്നെ അങ്ങോട്ട് പോന്നു. കഴിഞ്ഞ 11 വർഷമായി അരീക്കോട് മാതക്കോട് അംഗനവാടിയിൽ ടീച്ചറായി ജോലി ചെയ്യുകയാണ് ബിന്ദു. 2019-20 വർഷത്തെ മികച്ച അംഗനവാടി ടീച്ചർക്കുള്ള സംസ്ഥാന അവാർഡും ബിന്ദുവിന് ലഭിച്ചിട്ടുണ്ട്. ICDC സൂപ്രണ്ട് പരീക്ഷ എഴുതിയ ബിന്ദു ഇതിലും റാങ്ക് നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ്. എടപ്പാൾ KSRTC ഡിപ്പോയിലെ ജീവനക്കാരനായ ചന്ദ്രനാണ് ഭർത്താവ്. ഹൃദ്യ എന്നൊരു മകൾ കൂടിയുണ്ട് ഇവർക്ക്. ന്യൂസ് 18 മലപ്പുറം. വയനാട് പുൽപ്പള്ളി, മരക്കാവ്, വേലിയമ്പലം, ഭൂദാനം പ്രദേശങ്ങളിൽ കാട്ടാനശല്യം രൂക്ഷം. കഴിഞ്ഞ ദിവസം നെയ്ക്കുപ്പ വനത്തിൽ നിന്ന് ഇറങ്ങിയ കാട്ടാനകൾ പ്രദേശത്തെ കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിച്ചു. സന്ധ്യയായാൽ വീടിന് പുറത്തിറങ്ങാൻ മടിക്കുകയാണ് നാട്ടുകാർ. കഴിഞ്ഞ ദിവസം നെയ്ക്കുപ്പ വനത്തിൽ നിന്നിറങ്ങിയ കാട്ടാനകൾ വ്യാപക നാശമാണ് വരുത്തിയത്. വേലിയമ്പം, ഭൂദാനം പ്രദേശങ്ങളിലാണ് നാശമേറെ. വാഴ, കപ്പ, കവുങ്ങ്, തെങ്ങ്, കാപ്പി, കുരുമുളക് തുടങ്ങിയ കൃഷികളും കാട്ടാനകൾ നശിപ്പിച്ചു. കിടങ്ങും ഫെൻസിംഗും തകർത്താണ് ആനകൾ എത്തുന്നത്. ഏകദേശം ഇപ്പോൾ 2 വർഷം കൊണ്ട് ഞങ്ങളുടെയൊക്കെ ഈ ഒരു 5 ഏക്കർ സ്ഥലത്ത് മുഴുവൻ തെങ്ങുകളും നശിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. അതുപോലെ തന്നെ കുരങ്ങ്, മറ്റ് വന്യമൃഗശല്യങ്ങൾ എല്ലാം വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരു രീതിയിൽ മനുഷ്യന് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഉള്ളത്. കൃഷിയിടങ്ങളിലെത്തുന്ന കാട്ടാനകളെ തുരത്താനാകാതെ പ്രയാസപ്പെടുകയാണ് കർഷകർ. ആനശല്യത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ പരാതി നൽകിയെങ്കിലും നടപടികളില്ല. പക്ഷേ കാടിറങ്ങുന്ന കാട്ടാനകൾ ജനവാസ മേഖലയിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ന്യൂസ് 18 വയനാട്.
നഗരത്തിൽ മേയാൻ വിട്ട അറവുമാടിന് നേരെ തെരുവ് നായയുടെ ആക്രമണം. ദേഹമാസകല മുറിവേറ്റ കാലിയെ മൃഗാശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. കോഴിക്കോട് പള്ളിക്കണ്ടിയിലാണ് സംഭവം. വിഷയത്തിൽ കോർപ്പറേഷൻ അധികൃതരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്നാണ് നാട്ടുകാരുടെ ആരോപണം. കന്നുകാലികളെ പൊതു ഇടങ്ങളിൽ തുറന്നുവിടുന്നതിനെതിരെ കർശന നടപടിയെടുക്കാൻ കോഴിക്കോട് കോർപ്പറേഷൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ തീരുമാനം കടലാസിലൊതുങ്ങി. കാലികൾ ഇപ്പോഴും റോഡുകളിൽ അലയുന്ന സ്ഥിതി. കശാപ്പിന് കൊണ്ടുവന്ന ഇത്തരമൊരു കാലിയെയാണ് ഇന്നലെ പള്ളിക്കണ്ടിയിൽ തെരുവുനായ ആക്രമിച്ചത്. കാലിയുടെ കാലുകൾക്കും ചെവിക്കും ഗുരുതരമായ പരിക്കേറ്റു. പരിക്കേറ്റ കന്നുകാലിയെ ഏറ്റെടുത്ത് ചികിത്സ നൽകാൻ അധികൃതർ എത്തിയില്ല. പരിക്ക് പറ്റിയ മാടിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് കശാപ്പ് ചെയ്യാനായിരിക്കും കൊണ്ടുപോവാ. മിക്കവാറും അവര് വീട്ടിൽ കൊണ്ടുപോയി വെക്കേണ്ട ഒരു സാഹചര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്ദേശം അത് തന്നെ ആയിരിക്കും. അറവുകാര് കന്നുകാലികളെ കഴിച്ചിടുന്നത് ഒരുപാട് വാഹനാപകടങ്ങൾ നിരന്തരം ഉണ്ടാകുന്നുണ്ട്. പല ആളുകൾക്കും അപകടങ്ങൾ പറ്റിയിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ തന്നെ ഇത് വളരെ ഗൗരവമായിട്ട് ഇതിന്റെ അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിനുള്ള ഒരു നടപടി സ്വീകരിക്കണമെന്ന് അറിയിക്കുക. കാലിയെ പിന്നീട് ഉടമസ്ഥർ കോഴിക്കോട് ജില്ലാ മൃഗാശുപത്രിയിൽ എത്തിച്ചു. പ്രാഥമിക ശുശ്രൂഷകൾ നൽകി കാലിയെ ഉടമക്ക് വിട്ടുനൽകി. കശാപ്പിന് കൊണ്ടുവരുന്ന കാലികളെ തെരുവുനായകൾ നേരത്തെയും ആക്രമിച്ചിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. നായയുടെ കടിയേറ്റ കാലികൾ കശാപ്പ് ചെയ്യപ്പെടുന്നില്ലെന്ന് കോർപ്പറേഷൻ അധികൃതർ ഉറപ്പാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 കോഴിക്കോട്. മഴ കനത്താൽ തൊടുപുഴ തൊമ്മൻകുത്ത് വണ്ണപ്പുറം റോഡിലെ ചപ്പാത്ത് പൂർണ്ണമായും വെള്ളത്തിനടിയിലാകും. പ്രദേശം പൂർണ്ണമായും ഒറ്റപ്പെടും. ചപ്പാത്ത് മുങ്ങുന്നത് ഒഴിവാക്കാൻ പുഴയുടെ ആഴം കൂട്ടുന്ന ജോലി 1 മാസം മുൻപ് ആരംഭിച്ചിരുന്നുവെങ്കിലും വിജയം കണ്ടില്ല. തൊടുപുഴയിൽ നിന്നും വിനോദസഞ്ചാര കേന്ദ്രമായ തൊമ്മൻകുത്തിലേക്കുള്ള റോഡിൽ 3.5 പതിറ്റാണ്ട് മുമ്പ് നിർമ്മിച്ചതാണ് ചപ്പാത്ത്. ദിവസവും നൂറുകണക്കിന് ആളുകളും വാഹനങ്ങളും സഞ്ചരിക്കുന്ന ചപ്പാത്ത് മഴക്കാലത്ത് വെള്ളത്തിൽ മുങ്ങുന്നതും ഗതാഗതം മുടങ്ങുന്നതും പതിവാണ്. ഇതോടെ മുളപ്പുറം തൊമ്മൻകുത്ത് പ്രദേശങ്ങളിലുള്ളവർ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കടക്കാൻ കഴിയാതെ ദുരിതത്തിലാകും. 2018-ലെയും 2019-ലെയും പ്രളയകാലത്ത് ചപ്പാത്ത് ദിവസങ്ങളോളം വെള്ളത്തിനടിയിലായിരുന്നു. പുഴയുടെ മുകൾ ഭാഗമായ മക്കുവള്ളി, മനേത്തടം എന്നിവിടങ്ങളിൽ ശക്തമായ മഴ പെയ്താൽ അധികം വൈകാതെ തൊമ്മൻകുത്ത് പുഴയിൽ വെള്ളം പൊങ്ങുകയും ചപ്പാത്ത് മുങ്ങുകയും ചെയ്യും. തുടർന്ന് സമീപത്തെയും താഴ്ന്ന പ്രദേശങ്ങളിലെയും വീടുകളിലും വെള്ളം കയറും. പൊതുമരാമത്ത് വകുപ്പ് 35 വർഷം മുമ്പ് നിർമ്മിച്ച ചപ്പാത്തിന് പകരം പുതിയ പാലം നിർമ്മിക്കണമെന്ന് ജനപ്രതിനിധികളും നാട്ടുകാരും വർഷങ്ങളായി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഫലമുണ്ടായില്ല. അടുത്ത മഴയ്ക്ക് മുൻപെങ്കിലും സ്ഥിരം സംവിധാനം ഒരുക്കണമെന്ന ആവശ്യമാണ് പ്രദേശവാസികൾക്കുള്ളത്. ന്യൂസ് 18 തൊടുപുഴ. കോതമംഗലത്ത് കനത്ത മഴയിൽ വ്യാപക കൃഷിനാശം. 10 ഹെക്ടറിനടുത്ത് റബ്ബർ കൃഷിയും നിരവധി പേരുടെ വാഴകൃഷിയും പൂർണ്ണമായും നശിച്ചു. ശക്തമായ മഴയും വെള്ളപ്പൊക്കവും മൂലം കോതമംഗലത്തെ കാർഷിക മേഖലയിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത്. കോതമംഗലം മുനിസിപ്പാലിറ്റി, കവളങ്ങാട്, പിണ്ടിമന, കുട്ടമ്പുഴ, പല്ലാരിമംഗലം, പൈങ്ങോട്ടൂർ, കീരമ്പാറ തുടങ്ങിയ പഞ്ചായത്തുകളിലാണ് ഓണത്തിനായി കൃഷി ചെയ്ത വിളകൾ നശിച്ചത്. കീരമ്പാറയിൽ പെലക്കുടിയിൽ റിജോ ജോർജിന്റെ 5000 വാഴ ഉൾപ്പെടെ നിരവധി പേരുടെ കൃഷിയിടങ്ങളിൽ വെള്ളം കയറി. പലരുടെ കയ്യിൽ നിന്നായി പാട്ടത്തിനടുത്ത സ്ഥലത്താണ് ഇവർ കൃഷി ചെയ്തത്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സഹായം ലഭിച്ചാലേ ജീവിതം മുന്നോട്ട് പോകാനാകൂവെന്ന് കർഷകൻ ജോർജ് പറയുന്നു. ഞങ്ങൾ പാട്ടത്തിനടുത്ത സ്ഥലമാണിത്. ലോണൊക്കെ എടുത്ത് കൃഷി ചെയ്തതാണ്. ഒരു 1200 വാഴ എൻ്റെ ഉണ്ട്. നമ്മുടെ അയൽക്കത്തെ ഒരു 12000 വാഴ എടുത്ത് ഞങ്ങൾ 4 കർഷകരായിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് ഒരു 5 ദിവസം 20 ദിവസം കഴിഞ്ഞ് ഇത് വെട്ടി നമുക്ക് ആദായം എടുക്കാമായിരുന്നു. അപ്പോൾ ഈ മഴ പെയ്ത് വെള്ളം ഇങ്ങനെ ഉണ്ടായി വന്ന കാരണം ഉറവ് ഇങ്ങനെ പൊങ്ങണ കാരണം ഇതിപ്പോൾ ഒരു 5-6 ദിവസം ഈ വാഴ മൊത്തം മറിയും. 10 ഹെക്ടറിനടുത്ത് റബ്ബർ കൃഷി പൂർണ്ണമായും നശിച്ചു. ആദ്യമായിട്ടാണ് ഇത്രയും ഇത് കാണുന്നത്. ഓണവിപണി കണ്ടുകൊണ്ട് അതൊരു 15-20 ദിവസം കഴിഞ്ഞ് വെട്ടേണ്ട കൊലകളാണ്. ഓൾറെഡി വെട്ടാൻ തുടങ്ങാൻ പാകത്തിനുള്ള കൊലകൾ. പക്ഷേ ഇതെല്ലാം ഇനി കിട്ടുമെന്ന് കണ്ടറിയണം. കിട്ടില്ല എന്നുള്ളതാണ്. കാരണം കട മുഴുവൻ ചീഞ്ഞുപോയി. ഏതാണ്ട് ഒരു വാഴയ്ക്ക് ഒരു 200 രൂപ ചിലവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു 550-600 ഇടയ്ക്ക് വരുമാനമായിരുന്നു പ്രതീക്ഷിച്ചത്. അത് ഇനി 100 രൂപ പോലും കിട്ടില്ലാത്ത അവസ്ഥയായി. ഏകദേശം 1.5 കോടിയോളം രൂപയുടെ നാശനഷ്ടമാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. ഇത് കൊല വെട്ടാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇത് പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. അത് വളരെയധികം വേദനാജനകമായിട്ടുള്ളൊരു കാഴ്ചയാണ് എല്ലാ സ്ഥലത്തും. ഒരു 200ഓളം കർഷകരെ കോതമംഗലം പ്രദേശത്ത് വിവിധ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഒരു വാഴ കൃഷി ഒരു 17000 വാഴയോളം ഇപ്പോഴത്തെ കണക്ക് പ്രകാരം നഷ്ടപ്പെട്ടിട്ടുണ്ട്. കുലച്ച വാഴകൾ തന്നെ 15000 കുലയ്ക്കാത്ത വാഴകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു 200-നടുത്തുള്ള റബ്ബർ മരങ്ങൾ പോയിട്ടുണ്ട്. കൂടാതെ കപ്പ കൃഷി
ഏകദേശം ഒരു 10 ഹെക്ടറിനടുത്ത് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി തിരിച്ചു കിട്ടുന്ന ഒരു സാഹചര്യമല്ല നമ്മളിപ്പോൾ കാണുന്നത്. ആ രീതിയിൽ മഴ തുടർച്ചയായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നാശനഷ്ടം ഇനിയും കൂടുതലാവാനാണ് സാധ്യത കാണുന്നത്. കൃഷിനാശമുണ്ടായ കർഷകർ പ്രകൃതിക്ഷോഭം വിള ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾക്കായി അതാത് കൃഷിഭവനുമായി ഉടൻ ബന്ധപ്പെടണമെന്നും അധികൃതർ അറിയിക്കുന്നു. ന്യൂസ് 18 കോതമംഗലം. നന്നായി പഠിച്ച ശേഷം മലയാള സിനിമാ മേഖലയിലേക്ക് താനെത്തുമെന്ന് തമിഴ് നടൻ കാർത്തി. അവസരങ്ങൾ വന്നാൽ സ്വീകരിക്കുമെന്നും നടൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. വിരുമൻ സിനിമയുടെ പ്രൊമോഷനു വേണ്ടി തലസ്ഥാനത്തെത്തിയതാണ് കാർത്തിയും സംഘവും. ചിത്രത്തിലെ നായിക അതിഥി ശങ്കറും ഒപ്പമുണ്ടായിരുന്നു. ഓഗസ്റ്റ് 12-നാണ് മുത്തയ്യ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രം കേരളത്തിൽ പ്രദർശനത്തെത്തിക്കുന്നത്. പ്രേക്ഷകർക്ക് നല്ലൊരു എന്റർടൈനറാകും ചിത്രമെന്ന് കാർത്തി പറഞ്ഞു. அது நம்ம வில்லேஜ் ஃபிலிம்ஸ் பண்ணும்போது ஒரு சூப்பர்மேன் ஃபீலிங் வந்துருது. ஏன்னா வில்லேஜ் ஃபிலிம்ஸ்ல என்ன வேணாலும் செய்ய முடியுது. ஒரு ஆக்டரா ஒரு எப்படி ஒரு சூப்பர்மேன் காஸ்டியூம் போட்டா ஒரு தைரியம் வருதோ அந்த மாதிரி ஒரு வில்லேஜ்ல லுங்கி கட்டினா ஒரு பயங்கர தைரியம் வருது. அது ஒரு படம் நான் வில்லேஜ் பண்ணும்போது நான் ஃபீல் பண்ணியிருக்கேன். ஸோ இந்த படம் ஒரு ஃபாதர் சன்னுக்கு நடக்கல ஒரு பெரிய ஒரு போர் தான் இந்த படம். பிரகாஷ் ராஜ் சார் தான் ஃபாதர். பிரகாஷ் ராஜ் சார் வில்லனா இருக்கணும்னு ரொம்ப பிடிக்கும். ஆனா அவரே அப்பாவும் இருக்கிறதா சிக்கலா இருக்கு. ஸோ இவங்க 2 பேரும் கூட இருக்கிற ஆப்போசிஷன் வந்து எனக்கு ஹானஸ்டா சொல்லணும்னா எனக்கு ஸ்படிகம் ஞாபகம் வந்துச்சு. லால் சாருக்கும் திலகன் சாருக்கும் இருக்கிற அந்த ஃபைட் வந்து ஒன் ஆஃப் மை ஃபேவரட் படம். அது அந்த படம் எப்படியாவது தமிழ்ல ரீமேக் பண்ணணும்னு ஆசைப்பட்டா ஆனா அது பண்ணிட்டாங்க. பட் அந்த படத்துல இருக்கிற சீன்ஸும் அது ரொம்ப பிடிக்கும். அந்த இன்ஸ்பிரேஷன் தான் அந்த ரேபன் கிளாஸ் கூட. ദേശീയ പുരസ്കാര ജേതാവ് നഞ്ചമ്മയ്ക്ക് സംസ്ഥാന സർക്കാരിന്റെ ആദരം. ആദിവാസി ജനതയുടെ അന്താരാഷ്ട്ര ദിനാചരണത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നഞ്ചമ്മയെ ആദരിച്ചത്. പുരസ്കാര നേട്ടത്തിൽ എല്ലാവരോടും നന്ദി പറഞ്ഞും പാട്ടുപാടിയും നഞ്ചമ്മ വേദി കൈയടക്കി. തലസ്ഥാനത്തെത്തി ആദരമേറ്റുവാങ്ങുമ്പോഴും നഞ്ചമ്മയ്ക്ക് പറയാനുണ്ടായിരുന്നത് കാടിന്റെ മക്കളെക്കുറിച്ചായിരുന്നു. കഴിവുള്ള നിരവധി പേർ പുറത്തേക്ക് വരാതെ കാടിനുള്ളിലുണ്ട്. അവരെ സർക്കാർ കൈപിടിച്ച് പുറത്തെത്തിക്കണമെന്ന് നഞ്ചമ്മ പറഞ്ഞു. കുറെ സ്ഥലകളിത്തിന് ഇനിയും പുറത്തേക്കും വരാതെ മക്കൾ ഉള്ളിൽ തന്നെ ഇരിക്കുന്നു. അവർക്ക് മൊത്തം നമ്മുടെ ഗവൺമെന്റ് സർക്കാർമാർ അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവർക്ക് കളവണി കത്തി കൊടുക്കണോ. അവരുടെ ഒരു സന്തോഷഘടന എല്ലാവരും അതെടുത്ത് നടത്തണമെന്ന് എന്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്. അത് നടക്കൂ. കേരളത്തിലെ ഗോത്രവർഗ ജനതയുടെ സംഗീത പാരമ്പര്യം ലോകശ്രദ്ധയിലെത്തിച്ച കലാകാരിയാണ് നഞ്ചമ്മയെന്ന മുഖ്യമന്ത്രി. കേരളത്തിലെ ഗോത്രവർഗ ജനതയുടെ സംഗീത പാരമ്പര്യത്തെ ലോകശ്രദ്ധയിലേക്ക് എത്തിച്ച കലാകാരിയാണ് നഞ്ചിയമ്മ. ദേശീയ പുരസ്കാരം ജനങ്ങൾ തനിക്ക് നൽകിയ അവാർഡാണെന്നും ഇനിയും പാട്ടുകളെത്തുമെന്നും നിറഞ്ഞ കൈയടിക്കിടെ നഞ്ചമ്മ പറഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. അണക്കെട്ടുകളിൽ നിന്ന് കൂടുതൽ വെള്ളം പുറത്തേക്കൊഴുക്കുന്നതിനാൽ കനത്ത ജാഗ്രതയിലാണ് പെരിയാർ തീരം. എന്നാൽ ആശങ്കാജനകമായ നിലയിൽ ജലനിരപ്പ് ഉയരുന്നില്ല. രാത്രി മഴയൊഴിഞ്ഞു നിന്നതും ആശ്വാസമായി. ആലുവയിൽ നിന്ന് സുവി വിശ്വനാഥൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. സുവി, ജലനിരപ്പ് കാര്യമായി ഉയരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ആശ്വാസകരമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഇന്നത്തെ സാഹചര്യം എന്താണ്? രഞ്ജിത്ത്, ഇടുക്കി അണക്കെട്ടും ഇടമലയാറും ഭൂതത്താൻ കെട്ടും എല്ലാം തുറന്നിരിക്കുന്ന ഒരു സാഹചര്യം കണക്കിലെടുത്ത് പെരിയാർ തീരത്ത് കനത്ത ജാഗ്രത തന്നെയാണ്. പക്ഷേ ഇന്നലെ പ്രതീക്ഷിച്ച അത്ര വെള്ളം ഈ പെരിയാറിന്റെ ജലനിരപ്പ് ഉയർന്നിട്ടില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഈ ആലുവ ശിവക്ഷേത്രത്തിന്റെ താഴ്ഭാഗത്തേക്ക് ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട്. അത് വലിയ ആശ്വാസകരമാണ്. ഇന്നലെ രാത്രി ഈ വൃഷ്ടിപ്രദേശത്തും അതുപോലെ തന്നെ ആലുവയുടെ ഈ സമീപ പ്രദേശങ്ങളിലെല്ലാം, എറണാകുളം ജില്ലയുടെ സമീപ പ്രദേശങ്ങളിലെല്ലാം തന്നെ മഴ മാറി നിന്നതും ഈ ജലനിരപ്പ് താഴാൻ കാരണമായി. ഒപ്പം തന്നെ വേലിയിറക്ക സമയത്ത് ഇന്നലെ ധാരാളമായി വെള്ളം കടലിലേക്ക് ഒഴുകിയതും ഈ ജലനിരപ്പ് കുറയാൻ കാരണമായിട്ടുണ്ട്. ഏതായാലും ഇന്നലെ ജലനിരപ്പ് ഉയർന്നത് കാരണം പല വീടുകളിലും വെള്ളം കയറിയിരുന്നു. പുത്തൻവേലിക്കരയുടെ പല ഭാഗങ്ങൾ, അതുപോലെ തന്നെ ഏലൂരിന്റെ പല ഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വെള്ളം കയറിയിരുന്നു. എന്നാൽ അതെല്ലാം തന്നെ ഇപ്പോൾ തീർത്തും വാർന്നു പോയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
ഏതായാലും ആളുകൾ തിരികെ വീടുകളിലേക്ക് എത്തിയിട്ടില്ല. അത് ഈ ജാഗ്രത തുടരുന്ന ഒരു സാഹചര്യം കണക്കിലെടുത്താണ് ഉള്ളത്. ഇന്നലെ വൈകിട്ട് ഇടുക്കി ഡാമിൽ നിന്ന് 200 ക്യൂസെക്സ് വെള്ളം കൂടുതലായി പുറത്തുവിട്ടിരുന്നു. എങ്കിലും ജലനിരപ്പ് കാര്യമായി ഉയർന്നിട്ടില്ല. ഭൂതത്താൻ അണക്കെട്ടിൽ ഇപ്പോഴും വെള്ളം ഇന്നലത്തേതിന് സമാധാനമായി തന്നെ നിൽക്കുകയാണ്. ഒപ്പം തന്നെ ഇന്ന് രാവിലെയോടുകൂടി ഇടമലയാറിന്റെ ഇന്നലെ അടച്ച ഇടമലയാറിന്റെ ഷട്ടറുകൾ ഇന്ന് രാവിലെ 10 മണിയോടുകൂടി തുറക്കുകയും ചെയ്യും. എങ്കിൽ കൂടിയും കാര്യമായ ബുദ്ധിമുട്ടുകൾ പെരിയാറിന്റെ തീരത്ത് ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജില്ലാ ഭരണകൂടം കനത്ത ജാഗ്രത തുടരാൻ പറയുന്നുണ്ട്. എങ്കിൽ കൂടിയും ഭയപ്പെടേണ്ട എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. ഏതായാലും പെരിയാറിന്റെ തീരത്ത് കനത്ത ജാഗ്രതയാണ്, പക്ഷേ ആശങ്ക വേണ്ട എന്നാണ് അറിയിക്കുന്നത്. സുവിയാണ് ആലുവയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. കാസർഗോഡ് ഓണക്കിറ്റ് ഒരുക്കുന്ന തിരക്കിലാണ് സപ്ലൈകോ. 3,36,324 കിറ്റുകളാണ് ഒരുക്കുന്നത്. ഇതിനായി 49 സപ്ലൈകോ കേന്ദ്രങ്ങളിൽ 300-ലധികം പേർ ജോലി ചെയ്യുന്നുണ്ട്. പൊതുവിതരണ കേന്ദ്രങ്ങൾ വഴിയുള്ള ഓണക്കിറ്റുകൾ തയ്യാറായി തുടങ്ങി. 3,36,324 കിറ്റുകളാണ് തയ്യാറാക്കുന്നത്. 13 ഇനങ്ങളാണ് ഉൾപ്പെടുത്തുന്നത്. സപ്ലൈകോയുടെ പരിധിയിൽ 10 മുതൽ 15 വരെ റേഷൻ കടകളുണ്ട്. ഓരോ സപ്ലൈകോ കേന്ദ്രങ്ങളിലും 6,000 മുതൽ 13,000 വരെ കിറ്റുകളാണ് തയ്യാറാക്കുന്നത്. ഇവ 30-നുള്ളിൽ പൂർത്തീകരിക്കും. 49 സപ്ലൈകോ കേന്ദ്രങ്ങളിലായാണ് ഓണക്കിറ്റ് ഒരുക്കുന്നത്. 300-ലധികം പേർ ജോലിയെടുക്കുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിൽ ഏകദേശം 3-3.5 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക്, മുഴുവൻ റേഷൻ കാർഡ് ഉടമകൾക്കും ഈ റേഷൻ കിറ്റ് സൗജന്യമായി റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുകയാണ്. സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിലൂടെയാണ് ഇത് തയ്യാറാക്കുന്നത്. ഇവിടെ കാഞ്ഞങ്ങാട് കുന്നമ്മൽ പീപ്പിൾസ് ബസാറിൽ ഏകദേശം 7,000-ഓളം കിറ്റുകൾ തയ്യാറാക്കി വരികയാണ്. ഓണത്തിന് മുമ്പായി ഞങ്ങളിത് എല്ലാ റേഷൻ കടകളിലേക്കും നമുക്ക് ഏൽപ്പിച്ചിട്ടുള്ള എല്ലാ റേഷൻ കടകളിലേക്കും ഇത് എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. അവധി ദിവസങ്ങളിൽ ഉൾപ്പെടെ പാക്കിംഗ് കേന്ദ്രങ്ങൾ സജീവമാണ്. ഏറ്റവും കൂടുതൽ കിറ്റുകൾ വേണ്ടിവരുന്നത് ഹോസ്ദുർഗ് താലൂക്കിലാണ്. ഇവിടെ 145 റേഷൻ കടകളും കാസർഗോഡ് താലൂക്കിൽ 103 റേഷൻ കടകളുമാണ് ഉള്ളത്. ന്യൂസ് 18 കാസർഗോഡ്. ആഴ്ചകളായി ശുദ്ധജലം ലഭിക്കാതായതോടെ ഒരു പ്രദേശത്തെ ജനങ്ങൾ ആകെ ദുരിതത്തിലാണ്. തിരുവനന്തപുരത്തെ തീരഗ്രാമമായ അഴൂർ ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിലുള്ളവരാണ് ബുദ്ധിമുട്ടുന്നത്. അഴൂരിൽ കുടിവെള്ളമില്ലാതായതോടെ നാട്ടുകാർ ബുദ്ധിമുട്ടുകയാണ്. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളം കിട്ടുന്നില്ലെന്നാണ് പരാതി. വാർഡിൽ പഞ്ചായത്ത് കിണറുണ്ടെങ്കിലും ഉപയോഗശൂന്യമാണ്. വെള്ളമെത്തിക്കുവാൻ പഞ്ചായത്താകട്ടെ നടപടിയും എടുക്കുന്നില്ല. 2 ആഴ്ചയോളമായി വെള്ളം മുടങ്ങിയിട്ട്. നിർധനരായ കുടുംബങ്ങൾ പണം നൽകിയാണിപ്പോൾ വെള്ളം വാങ്ങുന്നത്. വാട്ടർ അതോറിറ്റിയിൽ വിളിച്ച് പരാതി പറഞ്ഞ് മടുത്തതായി നാട്ടുകാർ പറയുന്നു. 7-8 ദിവസമായി വെള്ളം വന്നില്ല. വാട്ടർ അതോറിറ്റീനെ വിളിച്ചപ്പോഴത്തേക്ക് അയാൾ 2 വാക്ക് പറഞ്ഞ് അപ്പോഴേ കട്ട് ചെയ്ത് കളയും. എന്നിട്ട് പറയും വെള്ളം ഇല്ല, അവിടെ പണി നടക്കണമെന്ന് പറയും. നമ്മളിതിന് മറുപടി പറയണം, 1 മിനിറ്റ് അങ്ങ് സംസാരിക്കണം സാറേ, നമുക്ക് വെള്ളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അപ്പോഴേ കട്ട് ചെയ്ത് കളയുന്നു. നമ്മളെ വീട്ടിൽ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ് പൈസ അടച്ച് ലൈൻ എടുത്തത്. ഇപ്പോൾ അതിൽ വെള്ളം കിട്ടായിരുന്ന ഒരു തൊട്ടി വെള്ളം പോലും ആ റോട്ടിൽ നിന്ന് തൂക്കിക്കൊണ്ട് വരാൻ പറ്റാത്ത അവസ്ഥയാണ് നമുക്ക്. അതുകൊണ്ട് നമുക്ക് വെള്ളം കിട്ടിയാലേ പറ്റും. ഞങ്ങൾ എന്ത് ചെയ്യും? പഠിക്കാൻ പോണ കുട്ടികൾ 6 മണിക്ക് പോയിട്ട് അവർ 5 മണിക്കാണ് വരുന്നത്. അവർ തളർന്നു വരുന്ന കുട്ടികൾ എത്ര പോയി വെള്ളം എടുത്തുകൊണ്ട് തരും? രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന കാലത്ത് വെള്ളമില്ലാത്തത് ദുരിതം ഇരട്ടിപ്പിക്കുകയാണ്. പ്രശ്നത്തിൽ അടിയന്തര ഇടപെടലാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. കയർ തൊഴിലാളിയും കർഷക തൊഴിലാളിയും തെങ്ങി പറക്കുന്ന ഈ കോളനിക്കകത്ത് വളരെയധികം കഷ്ടപ്പെടുകയാണ് പാവപ്പെട്ട സാധാരണക്കാർ. അവർ പൈസ കൊടുത്ത് കണക്ഷൻ എടുത്തിട്ട് ഇതുവരെ റീഡിംഗ് എടുക്കാൻ മാത്രം അർഹരായ ആൾക്കാരെത്തും, അല്ലാതെ വെള്ളമില്ല. നമ്മൾ മഴവെള്ളമാണ് ഇപ്പം 3-4 ദിവസം നമ്മളെ ഈ പഠിക്കാൻ പോണ കൊച്ചുങ്ങൾ ഉപയോഗിച്ച് നമുക്ക് കുടിക്കാൻ നിവർത്തിയില്ല, കഞ്ഞി വയ്ക്കാൻ നിവർത്തിയില്ല. അതുകൊണ്ട് നമുക്ക് ആ ലൈനിൽ നമുക്ക് വെള്ളം കിട്ടിയേ പറ്റുള്ളൂ. ന്യൂസ് 18 ചിറയൻകീഴ്. നടൻ മമ്മൂട്ടി കെൻസ TMT ഗ്രൂപ്പിന്റെ പുതിയ ബ്രാൻഡ് അംബാസഡർ. ജർമ്മൻ ടെക്നോളജി ഉപയോഗിക്കുന്ന വിപുലീകരിച്ച മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്നും കെൻസ ചെയർമാൻ മൊയ്തീൻ കോയ, മാനേജിംഗ് ഡയറക്ടർ മുജീബ് റഹ്മാൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ ഹസീഫുള്ള, ഫഹദ് മൊയ്തീൻ, അഫ്സൽ പാലക്കണ്ടി തുടങ്ങിയവർ അറിയിച്ചു. കാലാവസ്ഥയ്ക്കും പ്രകൃതിക്കും അനുസൃതമായ ഉറപ്പും ഈടും നൽകുന്ന സ്റ്റീൽ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുമെന്നും അവർ പറഞ്ഞു. കൊട്ടാരക്കരയിൽ നടക്കുന്ന സംസ്ഥാന ഗുസ്തി ചാമ്പ്യൻഷിപ്പ് ഇന്ന് സമാപിക്കും. 14 ജില്ലകളിൽ നിന്നായി 500-ൽ പരം ഗുസ്തി താരങ്ങളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ഗ്രീക്കോ റോമൻ, ഫ്രീ സ്റ്റൈൽ ഗുസ്തി എന്നിവയാണ് 2 ദിവസമായി നടക്കുന്നത്. കൊട്ടാരക്കര നഗരസഭയുടെയും ഗുസ്തി അസോസിയേഷന്റെയും ആഭിമുഖ്യത്തിൽ കൊട്ടാരക്കര ജൂബിലി മന്ദിരത്തിലാണ് മത്സരങ്ങൾ. ഒളിമ്പിക്സിൽ പോലും മത്സരിക്കാൻ കഴിവുള്ള താരങ്ങളെയാണ്
സംസ്ഥാനത്ത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. വലിയ നിലവാരമുള്ള മത്സരങ്ങളാണ്. കൊട്ടാരക്കരക്കാർക്ക് ഒരു പുതിയ അനുഭവം തന്നെയാണ്. മത്സരത്തിലെ വിജയികൾ സെപ്റ്റംബറിൽ നടക്കുന്ന ദേശീയ ഗുസ്തി മത്സരത്തിൽ മാറ്റുരയ്ക്കും. ഏറ്റവും കൂടുതൽ അണ്ടർ-15, അണ്ടർ-17, അണ്ടർ-20 മത്സരങ്ങൾ കഴിഞ്ഞ് അണ്ടർ-23 മത്സരത്തിൽ പങ്കെടുക്കുന്ന വളരെ ചുറുചുറുക്കുള്ള ഗുസ്തി താരങ്ങളാണ് പങ്കെടുക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിലും ദേശീയ അണ്ടർ-20 മത്സരത്തിലും കേരളത്തെ പ്രതിനിധീകരിച്ച് അഞ്ജുമോൾ ജോസഫ് വെങ്കല മെഡൽ നേടിയിരുന്നു. ആദ്യ ദിനം നടന്ന ഗ്രീക്കോ റോമൻ മത്സരത്തിൽ 300-ൽ പരം താരങ്ങൾ പങ്കെടുത്തു. ന്യൂസ് 18 കൊട്ടാരക്കര. തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത് നടന്ന ചെസ് ഒളിമ്പ്യാഡിൽ വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യക്ക് 7 മെഡലുകൾ. മലയാളി താരം നിഹാൽ സരിനും ഡി ഗൂഗേഷും സ്വർണം നേടി. ഇ അർജുന് വെള്ളി കിട്ടി. ആർ പ്രജ്ഞാനന്ദ, ആർ വൈശാലി, താനിയ സച്ദേവ്, ദിവ്യ ദേശ്മുഖ് എന്നിവരും വെങ്കലവും സ്വന്തമാക്കി. ടീമിനത്തിൽ ഇന്ത്യക്ക് 2 വെങ്കലം കിട്ടി. ജൂലൈ 28-ന് തുടങ്ങിയ ഒളിമ്പ്യാഡ് ഇന്നലെയാണ് സമാപിച്ചത്. കേരള ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കേരള വിമൻസ് ലീഗ് മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കും. 10 ടീമുകളിലായി 350ഓളം പെൺകുട്ടികളും കേരള വിമൻസ് ലീഗിൽ അവസരം കിട്ടും. നോക്കൌട്ട് അടിസ്ഥാനത്തിലായിരിക്കും മത്സരങ്ങൾ. കേരള വിമൻസ് ലീഗിലെ വിജയികൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ വിമൻസ് ലീഗിൽ പങ്കെടുക്കാൻ യോഗ്യത നേടുമെന്ന് KFA പ്രസിഡന്റ് ടോം ജോസ്, ജനറൽ സെക്രട്ടറി പി അനിൽകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കോഴിക്കോട് EMS കോർപ്പറേഷൻ സ്റ്റേഡിയം, എറണാകുളം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ട് എന്നിവിടങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക. വൈകിട്ട് 4 മണിക്കാണ് ഈ 2 മത്സരങ്ങളും. ഞങ്ങളുടെ ഇടവേള.